ഇന്ന് നമ്മുടെ 30th ക്ലാസ് ആയിരുന്നു, 30ാമത്തെ ക്ലാസ്. എന്താ നാളെ മോഡൽ എക്സാം എനിക്ക്. അപ്പോൾ ഇന്ന് പ്രീ മോഡൽ പോലെ എൻ്റെ മാം തന്നെ ഞങ്ങൾക്ക് എടുത്തു. നാളത്തെ എക്സാം വേറെ മാം എടുക്കുക. അപ്പോൾ ആദ്യം എനിക്ക് എക്സാം എടുത്തിട്ട് എനിക്ക് 15 എക്സാം, എന്താ സ്പീക്കിങ്ങിൻ്റെ എക്സാം മാത്രമേ എടുത്തിട്ടുള്ളൂ. ബാക്കി എക്സാമൊക്കെ ഒന്നും എടുത്തിട്ടില്ല. മീൻസ് നാളെ ഉണ്ടാവും, പക്ഷേ ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്തത് സ്പീക്കിങ്ങിൻ്റെ എക്സാം മാത്രമാണ്. അപ്പോൾ എനിക്ക് ആദ്യം കിട്ടിയത് 15-ൽ 6.5 മാർക്ക്. തോറ്റായിരുന്നു പരീക്ഷ. എന്നിട്ട് പിന്നെ വീണ്ടും എക്സാം എടുത്തു. മീൻസ് ഞങ്ങൾ കുറച്ച് നേരം പ്രാക്ടീസ് ചെയ്തു, അങ്ങനെ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും എക്സാം എടുത്തു. എന്നിട്ട് എനിക്ക് കിട്ടിയ മാർക്ക് 10 മാർക്ക്. 15-ൽ 10 മാർക്ക് പാസ്സായിട്ടോ. പക്ഷേ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചും ഉത്തരം പറഞ്ഞും ഇരുന്നിട്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ മാർക്ക് കിട്ടും. മീൻസ് ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ഫ്ലോയിൽ പൊക്കോളും. ഇത് പെട്ടെന്ന് മീൻസ് അങ്ങനെയൊന്നും ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കേണ്ട, വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ പെട്ടെന്ന് ചോദ്യം ചോദിക്കുമ്പോൾ മാർക്ക് കിട്ടില്ല. നാളെ ഞാൻ 4:30 എണീറ്റിട്ട് ഞാൻ തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി തുടങ്ങേണ്ടി വരും. എന്നാലാണ് 5:30 ആകുമ്പോഴേക്കും ഒരു ഫ്ലോ വരുള്ളൂ ക്വസ്റ്റ്യൻ ചോദിക്കാനും പറയാനും എന്നാണ് തോന്നുന്നത്. മോഡൽ എക്സാം ആണ്, കുഴപ്പമൊന്നുമില്ല. സിമ്പിൾ എക്സാം അല്ലേ, എന്തിനിങ്ങനെ ടെൻഷനാവുന്നു. ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനാണെന്നാണ് ഞങ്ങളുടെ മാം പറയുന്നത്. എൻ്റെ പിന്നെ പറയേ വേണ്ട. മീൻസ് ഇപ്പോൾ തെറ്റിക്കുമെന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ അല്ലാതെ ഉത്തരം പറയുന്നതെന്നാണ് മാം പറയുന്നത്. ഇപ്പോൾ ഓഫ്ലൈൻ ക്ലാസ് ആണെങ്കിൽ തലയ്ക്കൊക്കെ ഇട്ട് കിട്ടിയതിന് മാമിൻ്റെ നിന്ന്. അങ്ങനെയാണ് ഞങ്ങൾ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ പഠിപ്പിച്ചതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ടും ആകെ കൺഫ്യൂഷനാക്കിയിട്ട്. എന്തായാലും ഞാൻ ഇന്നിരുന്ന് പഠിക്കട്ടെ, എന്നിട്ട് നമുക്ക് നാളെ നോക്കാം. എന്നിട്ട് റിസൾട്ട് നമുക്ക് നാളെ പറയാം. ശരി, അപ്പോൾ ടാറ്റാ.